ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ലെസൺ ഏതാണ്? ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ലെസണാണ്. അപ്പോൾ അതിലത്തെ നോട്ട്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് എംപ്ലോയ്മെൻറ്റ്? അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയ്മെൻറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. അപ്പോൾ ഇൻകത്തിന് വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റിവാർഡ് ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഓർ സാലറി. അപ്പോൾ എന്താണ് അതിൻ്റെ റിവാർഡ്? ഒന്നില്ലെങ്കിൽ സാലറി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ വേജസ് ആയിട്ട് കിട്ടും. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും മെയിൻ സോഴ്സ്, ഇൻകത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ സോഴ്സസ് ഓഫ് ഇൻകം? അപ്പോൾ സോഴ്സസ് ഓഫ് ഇൻകം എന്താണ്? ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ്സ് ഇൻകം ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ ലേബർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി അത് എന്ത് ചെയ്യും? ഇൻകത്തിനെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഇൻകത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താ? അഗ്രികൾച്ചർ, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ആസറ്റ്സ് ഒക്കെ എന്താണ്? സോഴ്സസ് ഓഫ് ഇൻകം ആണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കംപ്ലീറ്റ് ദ ഡയഗ്രാം ഇല്ലസ്ട്രേറ്റിംഗ് ദ വാരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ എന്താണ് ഇൻകത്തിൻ്റെ വാരിയസ് സോഴ്സസ്? അപ്പോൾ ഒന്ന് എംപ്ലോയ്മെൻറ്റ്, പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? അഗ്രികൾച്ചർ എഴുതാം, ബിസിനസ് എഴുതാം, ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എഴുതാം, അസറ്റ് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വാരിയസ് സോഴ്സസ് ഗിവൺ ബിലോ. അപ്പോൾ എന്താണ് ഇൻകത്തിൻ്റെ സോഴ്സും? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ബോക്സ് ആണ്. സോഴ്സസ് ഓഫ് ഇൻകം ഏതൊക്കെയാണ്? അഗ്രികൾച്ചറിൻ്റെ ഇൻകം ക്രോപ്പാണ്. എംപ്ലോയ്മെൻ്റ് ആകുമ്പോൾ വേജസ് അല്ലെങ്കിൽ സാലറി ആയിട്ട് കിട്ടും. ബിസിനസ് ആകുമ്പോൾ എന്താ? ലാഭമാണ്, പ്രോഫിറ്റ് ആണ്. ഇനി ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് പലിശ, ഇൻട്രസ്റ്റ് കിട്ടും. ഇനി അസറ്റ് ആണെങ്കിൽ റെൻ്റ് അല്ലെങ്കിൽ ലീസ്. നെക്സ്റ്റ് എന്താണ്? സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ ഡിവിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താ? റൈറ്റ് 5 ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വാരിയസ് സോഴ്സസ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ്? ഇത് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. വാട്ട് ഈസ് പേഴ്സണൽ ഇൻകം? എന്താണ് പേഴ്സണൽ ഇൻകം? പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ person from various sources of income during a particular period. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന ഇൻകമാണ്. അത് പല സോഴ്സിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ കിട്ടുന്ന എമൗണ്ടിനെ, ഇൻകത്തിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? വാട്ട് ഈസ് ഫാമിലി ഇൻകം? എന്താണ് ഫാമിലി ഇൻകം? ഫാമിലി ഇൻകം ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സർട്ടൈൻ പീരീഡ്. എന്താണ് ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ? അതെന്താ? ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരും കൂടിയിട്ട് ഒരു സർട്ടൈൻ പീരീഡിലുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. വാട്ട് ആർ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്? അപ്പോൾ എന്താണ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് എ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഫൈബർ പ്രൊഡക്ഷൻ, എനിമൽ ഹസ്ബൻഡറി ആൻഡ് പിസിക്കൾച്ചർ എക്സെട്ര. അപ്പോൾ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഡൺ ആണ്. അത് എന്തുപയോഗിച്ചിട്ടാണ്? നമ്മുടെ പ്രകൃതിയിൽ ഉള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് എന്തൊക്കെ? പ്ലാന്റ്സ് ഫോർ ഫുഡ്, നമ്മൾക്ക് ഫുഡിന് വേണ്ടി പ്ലാന്റ്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഫൈബർ പ്രൊഡക്ഷൻ, അനിമൽ ഹസ്ബൻഡറി, പിസിക്കൾച്ചറൊക്കെ ഈ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി എന്താണ്? വാട്ട് ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്? ഓൾ കൈൻഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിഡർ ആസ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ്?
ഈ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ പെടാത്ത ബാക്കി എല്ലാ എംപ്ലോയ്മെൻറ്റ്സും എന്താണ്? ബാക്കി എല്ലാ എംപ്ലോയ്മെൻറ്റ്സിനും നമ്മൾ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അപ്പോൾ എക്സാമ്പിളാണ് എന്തൊക്കെ? കൺസ്ട്രക്ഷനും ബിസിനസ്സും ഒക്കെ എന്താണ്? ഈ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. അടുത്ത ചോദ്യം എന്താണ് കൂട്ടുകാരെ? അടുത്ത ചോദ്യം എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. എന്താ? ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ്. കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൻ ബിലോ ബൈ ക്ലാസിഫൈങ് ദ എംപ്ലോയ്മെൻറ്റ്സ് ഫൗണ്ട് ഇൻ യുവർ സറൗണ്ടിങ്സ് ഇൻ ടു അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ. അപ്പോൾ എന്താണ്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിനെയും അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൻ്റെയും കുറച്ച് എക്സാമ്പിളാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ നമുക്ക് എന്തെല്ലാം പെടുത്താനായിട്ട് പറ്റും? കൾട്ടിവേഷൻ ഓഫ് റൈസ്, പിസികൾച്ചർ, എനിമൽ ഹസ്ബൻഡറി, പോൾട്രി ഫാമിംഗ്, ഫ്ലോറികൾച്ചർ ഒക്കെ നമുക്ക് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിൽ പെടുത്താനായിട്ട് പറ്റും. ഇനി ഈ അഗ്രികൾച്ചർ അല്ലാതെ ബാക്കി എല്ലാതും എന്താണ്? നോൺ അഗ്രികൾച്ചർ ആണ്. അപ്പോൾ നമുക്ക് ടീച്ചിങ് എഴുതാം, ബിസിനസ് എഴുതാം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എഴുതാം, ബാങ്കിങ് എഴുതാം, മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സും എല്ലാം നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് മീൻസ് ഏർണിംഗ് എ ലിവ്ലിഹുഡ് ത്രൂ ഇൻഡിപെൻഡൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റി വിത്തൗട്ട് ബീങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എനി എംപ്ലോയർ. അപ്പോൾ ആരുടെയും കൺട്രോളിലല്ലാണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻകം നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് എന്തൊക്കെ? ഗ്രോസറി ഷോപ്സ്, ടൈലറിങ് ഷോപ്സ്, ബേക്കറീസ് എക്സെട്ര. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈസസ്. സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. അപ്പോൾ ഓരോ വ്യക്തിക്കും മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് എന്താ? ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഹാവ് their own enterprises and at the same time carry out all the responsibilities of an employee. എന്താണ്? സെൽഫ് എംപ്ലോയ്ഡിന് എന്താണ്? അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഓണർ ആവാനും അതുപോലെ തന്നെ അറ്റ് എ ടൈം ആ സമയത്ത് തന്നെ എന്താണ്? ഒരു എംപ്ലോയി ആയിട്ട് അതിലത്തെ എല്ലാ വർക്ക് ചെയ്യാനും ഈ സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് തയ്യാറാവണം. അപ്പോൾ അങ്ങനത്തെവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെൽഫ് എംപ്ലോയ്മെൻറ്റ് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് ആർ ദ വേരിയസ് സ്കീംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പലതരം സ്കീംസ് ഉണ്ട്. അപ്പോൾ ആ സ്കീംസ് ഏതൊക്കെയാണ്? ഇപ്പോൾ എന്തൊക്കെയാണ്? നവജീവൻ പ്രോജക്റ്റ്. അപ്പോൾ നവജീവൻ പ്രോജക്റ്റ് ആർക്ക് വേണ്ടിയിട്ടാണ്? സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പ്രോഗ്രാമാണ്. നെക്സ്റ്റ് എന്താ? കൈവല്യ എന്ന് പറഞ്ഞാൽ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള പീപ്പിളിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി ശരണ്യ എന്ന് പറയുന്ന പ്രോഗ്രാം ആർക്കാണ്? വിമന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ട്സാണ് നമുക്ക് ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാ നോട്ട്സിനും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.